ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ഇതിലെ പ്രശ്നങ്ങൾക്കൊന്നും അയവ് വന്നിട്ടില്ല. അതൊരു ഫൈനലൈസേഷൻ ആയിട്ടില്ല. എന്തും സംഭവിക്കാം. നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പാകിസ്ഥാൻ്റെ അകത്ത് കിടന്ന് പാകിസ്ഥാൻ്റെ കുപ്പറ്റ് കാശ്മീരിലും പാകിസ്ഥാൻ്റെ ഉള്ളിലും തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഹബ്ബായിട്ടുള്ള സ്ഥലങ്ങളിലും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇനിയും അവർ ഏതെങ്കിലും തരത്തിലുള്ള റെസ്പോൺസോ അല്ലെങ്കിൽ റിയാക്ഷനോ ഉണ്ടാവും നമുക്കറിയില്ല. ഇതുവരെ അങ്ങനെ അതിർത്തിയിൽ ഷെല്ലാക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതല്ലാതെ മറിച്ച് ഒരു എസ്കലേഷൻ അല്ലെങ്കിൽ അല്പം കൂടെ വ്യാപിപ്പിക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കാരണം ഇന്ത്യ ഓൾറെഡി പാകിസ്ഥാന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇതിനെ എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഇതിലും ഭയാനകമായിട്ടുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ളൊരു മുന്നറിയിപ്പ് ഇന്ത്യയുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ അജിത് ഡോവൽ ഉൾപ്പെടെ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അതുപോലുള്ള നമ്മളുടെ എന്താ പറയുക സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ മുന്നറിയിപ്പ് കൊണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇന്ത്യ തീർച്ചയായിട്ടും അതിർത്തി കടന്നൊന്നും അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷനെയോ അല്ലെങ്കിൽ സിവിലിയൻ പോപ്പുലേഷൻ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല. സ്ട്രിക്ട്ലി തീവ്രവാദ ഗ്രൂപ്പുകളുടെ സേഫ് ഹെവൻ മാത്രമാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമുക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മളല്ലോ. അപ്പം ഇത്രയും ഈ ഒരു രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി നമ്മൾ നിലനിൽക്കും. നമുക്കറിയാം, യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളിൽ ഇടയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനൊക്കെ പല രാജ്യങ്ങളുണ്ടാകും. അപ്പം നമ്മൾ പുറമോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് നമ്മൾ കാർഗിൽ യുദ്ധത്തിന് മുമ്പുള്ള 1971 യുദ്ധം വരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്ന് നമ്മുടെ ഭാഗത്ത് നിലയുറപ്പിക്കാൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് പാകിസ്ഥാൻ്റെ പക്ഷത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ സേനാ സന്നാഹങ്ങളായിരുന്നു. അപ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോൾ രാജ്യങ്ങൾ എങ്ങനെ ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രാജ്യത്തെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ഒന്ന്, ആയുധം കൊടുക്കാം, പണം കൊടുക്കാം, ഇൻ്റലിജൻസ് ഷെയർ ചെയ്യാം. ഇന്നത്തെ ഒരു ലോക പൊളിറ്റിക്സിൻ്റെ വെളിച്ചത്തിലാണ് സംസാരിക്കുന്നത്. നേരത്തെ ആയാലും അങ്ങനെ തന്നെ. പിന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എന്താണ് പറയുന്നത് സപ്പോർട്ട് കൊടുക്കാം. ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UN ചെല്ലുമ്പോൾ ഈ പറഞ്ഞ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി UN സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഉണ്ടായിരിക്കും, പക്ഷേ മറ്റു രീതിയിലുള്ള സപ്പോർട്ട് നമുക്കുണ്ടായിരിക്കില്ല. അതുപോലെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ UN ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളുണ്ടായിരിക്കും, പക്ഷേ അവർ ആയുധങ്ങളോ പണമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സപ്പോർട്ടിലൊന്നും കാണത്തില്ല. അപ്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും പല രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചില രാജ്യങ്ങളാണ് ഇസ്രായേൽ, റഷ്യ അല്ലെങ്കിൽ അമേരിക്ക ഒരു പരിധിവരെയൊക്കെ. പിന്നെ ഫ്രാൻസ്. ആയുധങ്ങളുടെ കാര്യത്തിൽ ആയുധങ്ങൾ നമുക്ക് തരുവാൻ താല്പര്യം അല്ലെങ്കിൽ നമ്മളോട് എന്താണ് പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ലി റിലേഷൻ കാത്തു സൂക്ഷിക്കുന്ന ഈ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ആയുധങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ സഹായങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഡയറക്റ്റായിട്ടുള്ള മിലിറ്ററി അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള സഹായമായിരിക്കത്തില്ല. മറിച്ച് ചിലപ്പോൾ മറ്റു രാജ്യങ്ങൾ നമുക്ക് പണം തന്ന് സഹായിക്കുമായിരിക്കും അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ലോജിസ്റ്റിക് സപ്പോർട്ടുകൾ നമുക്ക് തരാം. അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള സഹായങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുന്നതെന്നല്ല, അത് നമുക്ക് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഏകദേശം 10ഓളം വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളുടെ ഈ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 10 പവർഫുൾ കൺട്രീസ് ദാറ്റ് ഓൾവേസ് സപ്പോർട്ട് ഇന്ത്യ. ഓൾവേസ് സപ്പോർട്ട് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു അവസരത്തിൽ നമുക്ക് എപ്പോഴും സപ്പോർട്ട് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. അവർക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ താല്പര്യങ്ങളുണ്ട്, തന്ത്രപരമായിട്ടുള്ള. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ഈ ടെൻഷൻ ശരിക്കും പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് സോണാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ നടന്ന അന്ന് മുതൽ ഇന്ന് വരെയും ജിയോ പൊളിറ്റിക്സിൽ ഇതുവരെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയത്തക്ക ഒരു സൊല്യൂഷൻ ഉണ്ടാകാത്ത ഒരു കോൺഫ്ലിക്റ്റ് സോണാണ് ഇന്ത്യ പാകിസ്ഥാൻ. ഏത് സമയവും ഏത് രീതിയിലുള്ള യുദ്ധവും പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാധ്യത അന്ന് മുതൽ നിലനിൽക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കാർഗിൽ ഉൾപ്പെടെ 4 യുദ്ധങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ ക്രോസ് ബോർഡർ ടെററിസത്തിൻ്റെ പേരിൽ നമ്മൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 3-4 ദശാബ്ദമായിട്ട് ഇന്ത്യയുടെ മിലിറ്ററി സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് പാകിസ്ഥാനുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞ ഒരു
എത്ര 47 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10-75 വർഷമായിട്ട് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനകത്തിൽ ഇത് ഒരു തീർപ്പുകൽപ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഭൗമരാഷ്ട്രീയത്തിൻ്റെ ഭൂമികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ എയർ സ്ട്രൈക്ക് പാകിസ്ഥാനിൽ ചെയ്തു. അപ്പം അതിൻ്റെ തിരിച്ച് റെസ്പോൺസായിട്ട് റിയാക്ഷനായിട്ട് പാകിസ്ഥാൻ ഇതുവരെ അങ്ങനെയുള്ള ഒരു റിട്ടാലിയേഷനിലൊന്നും ഇതുവരെ ഏർപ്പെട്ടിട്ടില്ല ഇതുവരെ. പക്ഷേ അവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻ എന്താണെന്ന് നമുക്കിനി കാത്തിരുന്ന് കണ്ടുവരും. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് തീർച്ചയായിട്ടും ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ റഷ്യ, ഇസ്രായേൽ, UAE ഇതൊക്കെ നമ്മളുടെ ഇപ്പോൾ UAEയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 71 വാറിലൊക്കെ അമേരിക്കൻ പക്ഷത്തായിരുന്നു ഈ രാജ്യങ്ങളൊക്കെ തന്നെ, പാകിസ്ഥാൻ പക്ഷത്തായിരുന്നു. ഏത് ഒട്ടുമിക്ക ഇസ്ലാമിക് കൺട്രീസും, അത് ഈവൻ ഇറാൻ പോലും, ഇറാൻ, ഇറാഖ്, ടർക്കി, സൗദി, ഖത്തർ, ബഹ്റിൻ, UAE പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ പക്ഷത്തായിരുന്നു. കാരണം അമേരിക്കൻ ക്യാമ്പിലുള്ള, ഇപ്പോഴും അമേരിക്കൻ ക്യാമ്പിലാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ. എന്നിരുന്നാൽ തന്നെയും അമേരിക്കൻ ക്യാമ്പിൽ കോൾഡ് വാർ സമയത്ത് ഈ രാജ്യങ്ങളൊക്കെ തന്നെ സോവിയറ്റ് യൂണിയനെതിരായിരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു വാസൽ സ്റ്റേറ്റ് ആയിട്ടായിരുന്നു ഇന്ത്യ അന്ന് നിലകൊണ്ടിരുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ പക്ഷത്തായതുകൊണ്ടും ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും സോവിയറ്റ് യൂണിയനെതിരായിട്ടുള്ള ഈ പറഞ്ഞ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സഖ്യത്തിലുള്ള ഈ രാജ്യങ്ങളൊന്നും തന്നെ ഇന്ത്യ അന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു രീതിയിൽ. പാകിസ്ഥാനാണ് അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തിരുന്നത്, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ, UAE ഉൾപ്പെടെ, സൗദി ഉൾപ്പെടെ. പക്ഷേ ഇപ്പോൾ ആ ഒരു ജിയോ പൊളിറ്റിക്സിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പം, കാരണം ഇന്ത്യ UAE ആയിട്ടും ഇന്ത്യ സൗദിയായിട്ടൊക്കെ കൂടുതൽ തന്ത്രപരമായിട്ടുള്ള മേഖലകളിൽ, സാമ്പത്തികവും തന്ത്രപരമായിട്ടുള്ള മേഖലകളൊക്കെ കൂടുതൽ എന്താണ് പറയുന്നത്, റിലേഷൻസ് ഒക്കെ വളർന്നു വരികയും അല്ലെങ്കിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഈ രാജ്യങ്ങളുടെ പക്കൽ നിന്നും വളരെ പഴയ പോലുള്ളൊരു സപ്പോർട്ട് ഇപ്പം ഇല്ല എന്നുള്ളത് പാകിസ്ഥാനെ അലോസരപ്പെടുത്തുന്നൊരു കാര്യം കൂടാണ് ശരിക്കും പറഞ്ഞത്. അത് അവരുടെ കയ്യിരിപ്പിൻ്റെ ഒരു വിഷയമാണ്. അപ്പോൾ റഷ്യയും ഇസ്രായേലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് രാജ്യങ്ങളാണ് എന്നുള്ളത് സംശയമൊന്നുമില്ല. റഷ്യയെ നമുക്കറിയാം, റഷ്യ പണ്ട് മുതലേ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. ഒപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് റഷ്യ രാജ്യമാണ്, സ്വതന്ത്ര രാജ്യമാണ്. അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, കച്ചവട താല്പര്യങ്ങളും തന്ത്രപരമായിട്ടുള്ള അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ ഡിഫൻസ് ടെക്നോളജിയിലും അതുപോലെ തന്നെ മറ്റു ടെക്നോളജിയിലൊക്കെ ഒരു ഗ്ലോബൽ ലീഡറാണ് ശരിക്കും. അപ്പോൾ ഇന്ത്യയുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഡിഫൻസ് റിലേഷൻസ് ഉണ്ട്, ഡിഫൻസ് ഡീൽസിലൊക്കെ. കാരണം നമ്മൾ ഇസ്രായേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ടല്ലോ, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ നാം വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ UAE നമ്മുടെ ഇക്കണോമിക് പാർട്ണറാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റ് റിലേഷൻസൊക്കെ ഉണ്ട്. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെയധികം ആഴത്തിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്, തന്ത്രപരമായിട്ടുള്ള മേഖലകളിലും അതുപോലെ തന്നെ ഡിഫൻസ് ടെക്നോളജി, മറ്റ് സാമ്പത്തിക മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ ഒരു ക്ലോസർ റിലേഷൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രാൻസ്, ജപ്പാൻ, ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അപ്പോൾ ജപ്പാൻ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പം, ഇപ്പോൾ ജപ്പാൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മിലിറ്ററി ഹെൽപ്പോ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ മറ്റു രീതിയിലുള്ള സപ്പോർട്ടുകളൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. അപ്പോൾ ഫ്രാൻസ് നമുക്കറിയാം, ഫ്രാൻസിൽ നിന്ന് നമ്മൾ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്, റഫാൽ മുതലായിട്ടുള്ള, അതുപോലെ ന്യൂക്ലിയർ എനർജി സെക്ടറിലൊക്കെ തന്നെ. പിന്നെ ജപ്പാൻ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിലൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്താണ് ശരിക്കും പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ആഴത്തിലുള്ള ബന്ധങ്ങൾ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ രാജ്യങ്ങളുടെ മോറൽ സപ്പോർട്ടല്ല, നമുക്ക് തീർച്ചയായിട്ടും ആയുധങ്ങൾ ഫ്രാൻസിൽ നിന്നും റഷ്യയിൽ നിന്നും ഇസ്രായേലിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ള സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഏതൊക്കെ നെയ്ബറിങ് രാജ്യം ആണ് നമുക്ക്? കുറേ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നെയ്ബേഴ്സ് ആണല്ലോ. ശ്രീലങ്ക വളരെ പ്രധാനപ്പെട്ട, ഭൂട്ടാൻ, മ്യാൻമാർ. അപ്പോൾ ഇന്ത്യയായിട്ട് ഈ പറഞ്ഞ ഭൂട്ടാന്, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക പൊതുവേ നമ്മളുമായിട്ട് നല്ല ബന്ധങ്ങളാണ് കാത്തു സൂക്ഷിക്കുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ നമുക്ക് അത്ര കൃത്യമായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനോ ആശ്രയിക്കാനോ വിശ്വസിക്കാനോ നമുക്ക് സാധിക്കത്തില്ല. ചൈനയും ബംഗ്ലാദേശും നമുക്കറിയാം, പാകിസ്ഥാനും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ അവസ്ഥകൾ നമ്മൾ പരിഗണിക്കുമ്പോൾ ബംഗ്ലാദേശിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വലിയ സപ്പോർട്ടുകൾ ഒരു രീതിയിൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല നമുക്കറിയാം. അതുപോലെ തന്നെ ചൈനയായിട്ടുള്ള ബോർഡർ ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചൈനയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ബംഗ്ലാദേശുമായിട്ട് നമുക്ക് വാട്ടർ ഷെയറിങ് കൺസേൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻസ് ഒക്കെ വളരെ മോശമാണ് ഇപ്പോൾ. ഷെയ്ഖ് ഹസീനയുടെ തിരോധാനം മീൻസ് അവരുടെ ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം. പിന്നെ പാകിസ്ഥാൻ
ബംഗ്ലാദേശ്, ചൈന ഈ 3 രാജ്യങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഇപ്പോൾ കാണണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു മിനിമം രീതിയിലെങ്കിലും സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്ന ഭൂട്ടാന്, മ്യാൻമാർ, നേപ്പാളിനെ നമുക്ക് അത്ര വിശ്വാസമില്ല. ശ്രീലങ്ക ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് നൽകിയിരിക്കും. എന്നാലും ശ്രീലങ്ക ചൈനയെ പിണക്കിക്കൊണ്ട് എന്തെങ്കിലും കാര്യമാത്രമായിട്ട് നമ്മുടെ അടുത്ത് പിന്നെ എന്താണ് പറയുന്നത്, നമ്മളോട് കൂടുതൽ അടുപ്പം കാണിക്കുക. കാരണം ശ്രീലങ്കയിൽ ഇപ്പോഴും ചൈനയ്ക്ക് അല്ലെങ്കിൽ ചൈനയുമായിട്ട് അവർക്ക് റിലേഷൻസ് ഉണ്ട്, ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങൾ, സാമ്പത്തിക അവസരങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഷെയർഡ് വാല്യൂസ് ഒന്നുമില്ല. ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റും ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസും, അതായത് തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക താല്പര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയായിട്ട് കൂടുതൽ ചങ്ങാത്തം സ്ഥാപിക്കുന്ന ഈ രാജ്യങ്ങൾ. അതായത് റഷ്യ, ഇസ്രായേലും ജപ്പാൻ, ഫ്രാൻസ്, അമേരിക്ക, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയുടെ ഗ്ലോബൽ പൊസിഷൻ നമുക്കൊന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈന, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ ഈ വടക്ക് പണികളെ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ബന്ധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഈ പറഞ്ഞ എല്ലാ രീതിയിലും, സ്ട്രാറ്റജിക്കായിട്ട്, തന്ത്രപരമായിട്ടും, അതുപോലെ തന്നെ സെക്യൂരിറ്റി, മിലിറ്ററി വൈസ്, കാരണം നമുക്ക് ആയുധങ്ങൾ അത്യാവശ്യമാണ്. നമുക്ക് പല രീതിയിലുള്ള സപ്പോർട്ട്സുകൾ, പറഞ്ഞ ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് വേണം, ഓഫ് കോഴ്സ് ഇക്കണോമിക് സപ്പോർട്ട് വേണം, കാരണം നമുക്ക് റിസോഴ്സ് അത്യാവശ്യമാണ്, ഓയിൽ അത്യാവശ്യമാണ്, പിന്നെ ആംസ്, അമ്യൂണീഷ്യൻസ് ഒക്കെ അത്യാവശ്യമാണ്, ലോജിസ്റ്റിക്സ് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ നമുക്ക് പല രീതിയിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇസ്രായേലുമായിട്ട് നമുക്ക് വളരെ ദീർഘകാലമായിട്ട് ശക്തമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ അതിനകത്തിൽ പ്രത്യേകിച്ച് ഒരു കോംപ്രമൈസ് ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. അഡ്വാൻസ്ഡ് മിലിറ്ററി ടെക്നോളജിയും ഡ്രോൺസ്, മിസൈൽ സിസ്റ്റം ഒക്കെ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് തീർച്ചയായിട്ടും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, കാരണം ഇസ്രായേൽ നടത്തിയ ഗാസയിലെ യുദ്ധ സമയത്തൊക്കെ ഇന്ത്യ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറാണ്. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. റഷ്യ അതുപോലെ തന്നെയാണ്. റഷ്യയായിട്ട് നമുക്ക് ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു ബന്ധമുണ്ട്. അത് മ്യൂച്വലായിട്ടുള്ള ട്രസ്റ്റും കോപ്പറേഷനെ അടിസ്ഥാനമാക്കിയാണ്. ഒരു റിലയബിൾ പാർട്ട്ണറാണ് നമുക്ക് തീർച്ചയായിട്ടും. ഇപ്പോഴും റഷ്യ നമ്മളെ കൈ വിട്ടിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാരണം റഷ്യക്കിപ്പം അല്പം എന്താണ് ദൗർബല്യങ്ങളൊക്കെ ഉണ്ട്. റഷ്യ യുക്രൈനുമായിട്ട് വാറിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ മിലിറ്ററി ഹാർഡ്വെയർസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി എക്യുപ്മെൻറ്റ്സും ടെക്നോളജി ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. പക്ഷേ ആ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ പഴയ പോലെ തന്നെ, കാരണം ഇപ്പം നമ്മൾ റഷ്യയിൽ നിന്നും ആയുധം വാങ്ങിക്കുന്നതിൻ്റെ അളവുകൾ കുറഞ്ഞിട്ടുണ്ട് ഈ റഷ്യ യുക്രൈൻ വാറിൻ്റെ വെളിച്ചത്തിലാണെങ്കിൽ അടിസ്ഥാനത്തിലായിട്ട്. അതുപോലെ ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ സെക്ടറിലൊക്കെ റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ ശക്തമാണ്. അപ്പോൾ ഇതിലൊക്കെ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിങ്ങനൊരു അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ റഷ്യയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും പലതരത്തിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ജപ്പാൻ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ വളരെ കാര്യമാത്രമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ഏഷ്യ ആഫ്രിക്ക ഗ്രോത്ത് കോറിഡോറൊക്കെ ഈ ജപ്പാനുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഡിഫൻസിലും അതുപോലെ തന്നെ ഇൻഡോ പസഫിക് റീജിയനിൽ നമ്മൾ ക്വാഡ്, ഇന്ത്യ, ജപ്പാൻ ഒക്കെ അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പേഴ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ജപ്പാനും നമ്മുടെ നല്ലൊരു സപ്പോർട്ടറാണ്, ഫ്രണ്ടാണെന്നുള്ളതിൽ സംശയമില്ല. ഫ്രാൻസിനെ കുറിച്ച് നമുക്കറിയാം. ഫ്രാൻസ് പണ്ട് മുതൽ, ബ്രിട്ടൻ നമ്മുടെ കൂടെ നിൽക്കത്തില്ല, പക്ഷേ ബ്രിട്ടൻ്റെ പേര് പറയുന്നുണ്ട്. എന്നാൽ തന്നെ ബ്രിട്ടൻ നമുക്ക് അധികം ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ ഫ്രാൻസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഫ്രാൻസുകാരുടെ നമ്മുടെ സ്ട്രാറ്റജിക് തന്ത്രപരമായിട്ടുള്ള പാർട്ണർഷിപ്പ് എല്ലാം തന്നെ ഡിഫൻസിലും ന്യൂക്ലിയർ എനർജിയിലും അതുപോലെ തന്നെ സ്പേസ് എക്സ്പ്ലോറേഷനിലും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുണ്ട്. ഇതും മ്യൂച്വൽ ട്രസ്റ്റിനെ അതുപോലെ തന്നെ കോമൺ ഷെയർഡ് ഇൻട്രസ്റ്റിനെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ സെക്ടറിലും ഡിഫൻസിൻ്റെ മോഡേണൈസേഷനിലും ഒക്കെ തന്നെ നമ്മുടെ ന്യൂക്ലിയർ സബ്മറൈൻസ്, അതുപോലെ തന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഈ മേഖലകളൊക്കെ തന്നെ ഫ്രാൻസുമായിട്ട് നമ്മൾ ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ ദീർഘകാലമായിട്ട് നടക്കുന്നത്. അടുത്ത യുണൈറ്റഡ് കിങ്ഡമാണ്. യുണൈറ്റഡ് കിങ്ഡമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വലിയ ബന്ധങ്ങൾ ഈ പറഞ്ഞ
ഫ്രാൻസുമായിട്ടും റഷ്യയായിട്ടും ഒക്കെ ഉള്ള പോലെ നമുക്കില്ലെങ്കിൽ തന്നെയും നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ ശരിക്കും പറഞ്ഞാൽ ഡീപ്പ് സ്റ്റേറ്റ്, യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഒക്കെ ഡീപ്പ് സ്റ്റേറ്റ് എപ്പോഴും പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ട്രേഡ്, എഡ്യൂക്കേഷൻ, ഡിഫൻസ് ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ബന്ധങ്ങളുണ്ട്. ജഗ്വാറൊക്കെ തന്നെ എനിക്കൊന്നു UK പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു, ജഗ്വാസ് ഒക്കെ തന്നെ. പക്ഷേ ഇപ്പം നമ്മൾ UK നിന്നും വലുതായിട്ട് ഈ പറഞ്ഞ സോഫിസ്റ്റിക്കേറ്റുള്ള മിലിറ്ററി ആയുധങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. പിന്നുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചൈനയെ ഒതുക്കാൻ വേണ്ടി നമ്മൾ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് നിന്നാണ് പല പ്രദേശങ്ങളിലും പല മേഖലകളിലും ഇക്കണോമിക്കായിട്ടും ഒക്കെ തന്നെ കോപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ടെററിസത്തെ നേരിടാനും അതുപോലെ തന്നെ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ്, ഇതൊക്കെ തന്നെ നമ്മൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കലാകാലങ്ങളായിട്ട് നടത്തുന്നു. മലബാർ എക്സസൈസും അതുപോലുള്ള നേവൽ എക്സസൈസും അതുപോലെ തന്നെ ഗ്രൗണ്ട് എയർ എക്സസൈസും ഒക്കെ തന്നെ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധങ്ങൾ വളരെ സുദൃഢമാണ്. പക്ഷേ ഇപ്പോഴും നമുക്കൊരു ക്രിട്ടിക്കൽ ഇഷ്യൂ വന്നിട്ടില്ല. കാരണം അമേരിക്ക നമ്മുടെ പാർട്ട്ണറായി മാറിയതിന് ശേഷം നമ്മൾ ഇന്ത്യ, പാകിസ്ഥാൻ ഇതുപോലൊരു ഇഷ്യൂ വന്നിട്ടില്ല നമുക്ക്. അപ്പം ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ആരൊക്കെ നമ്മുടെ ഒപ്പം നിൽക്കും, ഏതൊക്കെ രീതിയിലാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. സൗദി നമ്മൾ പ്രതീക്ഷിക്കേണ്ട. UAE നമുക്ക് വേണമെങ്കിൽ മറ്റു രീതിയിലുള്ള ഇപ്പം മിലിറ്ററി തന്ത്രപരമല്ലാത്ത മറ്റ് മേഖലകളിലുള്ള സപ്പോർട്ടുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. കാരണം അത് നമ്മുടെ ഇക്കണോമിക് പാർട്ണറാണ്. ഇൻഫ്രാസ്ട്രക്ചറിലും എനർജിയിലും ഒക്കെ തന്നെ, അതായത് ഓയിൽ അതുപോലെ തന്നെ ഇതുപോലുള്ള മേഖലകളൊക്കെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയും UAEയും തമ്മിൽ ശക്തമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ അത് പരസ്പരം മ്യൂച്വലായിട്ടുള്ള ഇക്കണോമിക് താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അതുപോലെ തന്നെ റീജിയണൽ സ്റ്റെബിലിറ്റി ഒക്കെ നിലനിർത്താൻ വേണ്ടി. ജപ്പാനെ പോലെ തന്നെ UAEയും നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ കാര്യമായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഡിസേർട്ട് സൈക്ലോൺ 2024 എന്ന് പറഞ്ഞ മിലിറ്ററി എക്സസൈസിൽ നമ്മൾ 2 രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറ്റലിയായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല ബന്ധമാണ്, ഇക്കണോമിക് ടൈസ് ഉണ്ട്. പിന്നെ കൂടുതൽ മേഖലകളിലേക്ക് നമ്മളത് ഈ പറഞ്ഞ ബന്ധങ്ങൾ വ്യാപിപ്പിക്കാൻ പോവുകയാണ്. ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, കൾച്ചറൽ എക്സ്ചേഞ്ച്, ഡിഫൻസ് പരമായിട്ടുള്ള അല്ലെങ്കിൽ മിലിറ്ററി പരമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇതുവരെ ഇറ്റലിയായിട്ടായിട്ടില്ല. പിന്നെ സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയ ഇതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വ്യാവസായിക മേഖലകളിലൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. അപ്പം സൗത്ത് കൊറിയയായിട്ട് നമ്മൾ ഡിഫൻസ്, ട്രേഡ്, ടെക്നോളജി ഇതിലൊക്കെ തന്നെ ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ച് വരുന്നുണ്ട്, കൂടുതൽ മെച്ചപ്പെടുത്തി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സൗത്ത് കൊറിയയുടെ ഭാഗത്തുനിന്നും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കാനാണ്. ഓസ്ട്രേലിയ ക്വാഡിലെ മെമ്പറാണ്, അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നുള്ള പ്രതീക്ഷ. എഡ്യൂക്കേഷൻ, ട്രേഡ്, ഡിഫൻസ് നമ്മളെ ക്വാഡുമായിട്ടുള്ള ബന്ധത്തിലാണ് ഡിഫൻസ് ആണല്ലോ. ഇൻഡോ പസഫിക് റീജിയനിൽ പ്രത്യേകിച്ച് ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ക്വാഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മെമ്പേഴ്സിൽ ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നുള്ളത് ജർമ്മനിയാണ്. ജർമ്മനിയുടെ കാര്യം നമുക്ക് യൂറോപ്പിൽ നമ്മൾ ബ്രിട്ടനെ മാത്രമേ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റുള്ളൂ. ബ്രിട്ടനിൽ നമുക്ക് എത്രത്തോളം സപ്പോർട്ട് കിട്ടും നമുക്കറിയത്തില്ല. പക്ഷേ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ഓസ്ട്രേലിയ, ഇസ്രായേൽ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കും. ജർമ്മനിയായിട്ടുള്ള സാമ്പത്തിക ഇക്കണോമിക് ബന്ധങ്ങളൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവിൽ. കാരണം ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ടെക്നോളജി ഉണ്ടല്ലേ നമ്മളെപ്പോലുള്ള രാജ്യത്തിന് പുരോഗതി പ്രാപിക്കുവാനും അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാക്കിയെടുക്കാനും ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ടെക്നോളജി ഈ മേഖലകളിലൊക്കെ തന്നെ ജർമ്മനിയുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ജർമ്മനിയിൽ നിന്നുള്ള ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് സപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് പ്രധാനപ്പെട്ട 10 രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളൊക്കെ തന്നെ വളരെ പവർഫുള്ളാണ്. ഇക്കണോമിക്കലി ആയാലും മിലിറ്ററിലി ആയാലും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ ഇന്ത്യയെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പ്രധാനമായിട്ടും ഇസ്രായേൽ, റഷ്യ, ഈ 2 രാജ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും, ഫ്രാൻസ്, ഈ 3 രാജ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും മിലിറ്ററി പരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള ആയുധങ്ങൾ ലഭിക്കുവാനും അല്ലെങ്കിൽ അതുപോലെ അനുബന്ധ മേഖലകളിലെ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ നമുക്ക് മറ്റു രീതിയിലുള്ള മോറൽ സപ്പോർട്ടോ ഡിപ്ലോമാറ്റിക് സപ്പോർട്ടോ ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട 10 രാജ്യങ്ങൾ, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനുള്ള 10 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നല്ല, പക്ഷേ പ്രധാനപ്പെട്ട 10 രാജ്യങ്ങൾ
ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഏതൊക്കെയാണ്? റഷ്യ, ഇസ്രായേൽ, US, പിന്നെ UK, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ഇതുപോലുള്ള പ്രധാനപ്പെട്ട 10 രാജ്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ പ്രധാന ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.